പ്രതീക്ഷ ചുരൽമലയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം അവിടെ ഇപ്പം പുഴ മറികടന്നുകൊണ്ട് റോപ്പ് വടം കിട്ടിയ ആളുകൾ NDRF ഉൾപ്പെടെയുള്ള ഒപ്പം തന്നെ മെഡിക്കൽ സംഘം അവർക്ക് ആവശ്യമുള്ള മുണ്ടക്കൈയിലുള്ള കുടുങ്ങിയ ആളുകൾക്ക് ആവശ്യമുള്ള പ്രാഥമികമായ സൗകര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. NDRF സംഘമുണ്ട്, ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം നാട്ടുകാരും ഒക്കെ ഉണ്ട്. അവർ ആ വടത്തിലൂടെ മറ്റൊരു വഴിയും ഇപ്പോൾ നിലവിൽ സാഹചര്യമില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെയാണ് ആ പാലം, തകർന്ന പാലം ഉള്ളത്. ആ പാലം തകർന്നതോടുകൂടി മുണ്ടക്കൈയിലേക്ക് കടക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആകെയുള്ള ഈ വഴിയാണ് ഈ വടം വഴി. അതിലൂടെ ആളുകൾ മുണ്ടക്കൈയിലുള്ള ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന നാട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രാഥമിക സൗകര്യം എത്തിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ പരിക്കേറ്റവരുണ്ട്, അവർക്ക് ആവശ്യമായ മെഡിക്കൽ സൗകര്യവും എത്തിക്കാൻ വേണ്ടിയുള്ള മെഡിക്കൽ സംഘവും ഇതിനൊപ്പം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായും അവരെ അവിടെ നിന്ന് പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത്. മുണ്ടക്കൈയിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട്, അവരെ പുറത്തേക്ക് എത്തിച്ച് മെഡിക്കൽ വൈദ്യസഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യുന്നത്. പക്ഷെ അതിനിപ്പോൾ NDRF സംഘം അവിടെ എത്തിയെങ്കിൽ പോലും അവർക്ക് നാട്ടുകാരെ തിരിച്ച് ഈ പുഴ മറികടന്ന് തിരികെ എത്തിക്കാനുള്ള ഒരു സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് ആവശ്യമുള്ള സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് NDRF സംഘം ഇപ്പോൾ ശ്രമിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നിരവധി പേരാണ് ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവർക്ക് പലർക്കും പരിക്കേറ്റ സാഹചര്യമുണ്ട്, മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, അവരെ രക്ഷിക്കേണ്ട സാഹചര്യമുണ്ട്, പരിക്കേറ്റവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതുണ്ട്. അതിലൊന്നും ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞില്ല. NDRF സംഘത്തിന് ആ പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ കൂടി അവിടെയുള്ള ആളുകളെ തിരിച്ചെത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് പ്രധാനമായും ഇപ്പോൾ നടത്തേണ്ടത്. പക്ഷെ അതിനു മുൻപ് ഇപ്പോൾ അതിനും അത്യാവശ്യമാണ്. നേരത്തെ സുഹൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് പ്രകാരം 300-ലേറെ കുടുംബങ്ങൾ 300ഓളം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത്. അങ്ങനെ അതിലും ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. കാരണം പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ പാലമില്ല, ഇപ്പോൾ കാണുന്ന ഈ റോപ്പ് വെച്ചുള്ള ആ ഒരു രക്ഷാപ്രവർത്തനം, അതിന് എന്തൊക്കെയാണ് വെല്ലുവിളികൾ ഉള്ളത്? സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പുഴയ്ക്ക് അടിയൊഴുക്കുണ്ടോ? മണ്ണിടിച്ചിൽ ഭീതി വീണ്ടും നിലനിൽക്കുന്ന സാഹചര്യം, ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് വീണ്ടും സംശയിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് വെല്ലുവിളികളുണ്ടല്ലേ? തീർച്ചയായും മുണ്ടക്കൈയിൽ പലയിടങ്ങളിലായാണ് ഇന്നലെ രാത്രി പല സമയങ്ങളിൽ പലയിടങ്ങളിലായി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രത്യാഘാതമാണ് ചുരൽമലയിൽ പുഴയിൽ വലിയ തോതിൽ ഈ ചുരൽമല അങ്ങാടിയും നിരവധി വീടുകളും ഒക്കെ അടിച്ചു വാരി കൊണ്ടുപോകുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള ജലപ്രവാഹം ഉണ്ടായത്. ആ പ്രവാഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ അല്പസമയം മുമ്പ് വീണ്ടും ചില ഭാഗങ്ങളിൽ വലിയ കുത്തൊഴുക്ക് ജലത്തിന്റെ പ്രവാഹം അധികരിച്ചതായി ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് അത്തരം ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുമോ, വെള്ളം വരുമോ എന്നൊക്കെ ആശങ്കയുണ്ട്. അതെല്ലാം ആശങ്കയൊക്കെ മറികടന്ന് വേണം രക്ഷാപ്രവർത്തനം. ഏറ്റവും പ്രധാനമായും ഈ മുണ്ടക്കൈയിലുള്ള ആളുകളെ പുറത്തെത്തിക്കുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഒരു പരിക്കേറ്റ ഒരാളെ സ്ട്രക്ചറിൽ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അവിടുന്ന് മുണ്ടക്കൈ ഭാഗത്തു നിന്നും കൊണ്ടുവരുന്നുണ്ട്. റോപ്പിൽ അവരെ കണക്ട് ചെയ്ത് കെട്ടിയിട്ട് അതിനുശേഷം റോപ്പ് വഴിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ച് വൈദ്യസഹായം എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരെ എത്തിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. റോപ്പ് വഴിയല്ലാതെ മറ്റൊരു മാർഗം നിലവിലില്ല. കൃത്രിമ പാലം ഉണ്ടാക്കേണ്ടത്, പക്ഷെ അതിനൊക്കെയുള്ള സമയം ഇനിയും കുറെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ റോപ്പ് വഴി ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അത്തരമൊരു സമഗ്രമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ NDRF സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെ ഒരു പരിക്കേറ്റ നാട്ടുകാരുടെ ഒരാളെ ഇവരിങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അത് താഴെ ഈ റോപ്പിന്റെ താഴെ കുത്തിയൊലിക്കുന്ന പുഴയാണ്. ആ പുഴയിൽ ഏത് നിമിഷവും ജലപ്രവാഹം വീണ്ടും വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ ഭീഷണിയൊക്കെ കണക്കിലെടുത്ത് വേണം രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും സുഖകരമായ ദൗത്യം. ആ ദൗത്യമാണ് അവരിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിക്കേറ്റ ആളെ ഇങ്ങോട്ടേക്ക് ആശുപത്രി വൈദ്യസഹായം എത്തിക്കാൻ വേണ്ടിയുള്ള റോപ്പ് വഴി അവരെ കൊണ്ടുവരുന്ന ഇതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്.